ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെന്ററിങ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റും നമ്മളെ അറിയാതെ തന്നെ നമ്മുടെ എനർജി വേസ്റ്റായി പോകുന്ന ചില ആളുകളുണ്ട്. ചില ആളുകളുടെ അടുത്ത് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി മുഴുവൻ നഷ്ടപ്പെടുന്ന മാതിരി ഫീൽ ചെയ്യാറില്ലേ? ചില ദിവസം രാത്രി ആ ആളുകൾ കാരണം ഉറക്കം പോലും ലഭിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ടാകും ഇല്ലേ? ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അഥവാ നെഗറ്റീവ് എനർജി നമുക്ക് നൽകുന്ന നെഗറ്റീവ് എനർജി ഉള്ള ആളുകളെ കുറിച്ചാണ്. അവരിൽ നിന്നും എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അവരിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് 7 ടിപ്പും കഴിയുന്നവരെ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ, ആരാണിവർ എന്ന് നോക്കാം. നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്കൊന്നിലും ഒരു തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, ഭയങ്കര കുറ്റപ്പെടുത്തുക, നമ്മുടെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ ഭയങ്കര റൂഡായിട്ടായിരിക്കും. നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നീ എന്താ അങ്ങനെ ചെയ്ത്, അങ്ങനെയൊക്കെ ഭയങ്കര റൂഡായിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവും. ഇതൊരിക്കലും നമുക്ക് പോസിറ്റീവ് എനർജി തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അവരിലുള്ള നെഗറ്റീവ് എനർജി കൂടി നമ്മളിലേക്ക് പാസ്സാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഗോസിപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ എടുത്തു കാണിച്ച് പറയുന്ന ആളുകളായിരിക്കും ഇവർ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും കംപ്ലൈൻറ്റ് ചെയ്ത് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു തരം കൂട്ടരാണ് ഈ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇവരുടെ അടുത്ത് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെൻ്റലി നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യാം. ചിലപ്പോൾ രാത്രിയൊക്കെ വീട്ടിൽ പോയാൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തത് ശരിയാണോ, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്താണോ തെറ്റ്, അങ്ങനെ കുറേ ആലോചിക്കാൻ ചിലപ്പം കാരണമായേക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരിൽ നിന്നും നമ്മളെ സ്വയം രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. എല്ലാവരിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. എന്തിനായിക്കോട്ടെ ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഒരു സൊല്യൂഷൻ്റെയും ആവശ്യമില്ല. അവർ ആ ഒരു നെഗറ്റീവായിട്ടുള്ള പാർട്ട്, അല്ലെ അതിലെ ഒരു തെറ്റ് മാത്രമേ, ആ പ്രോബ്ലം മാത്രമേ അവർ കാണുകയുള്ളൂ. അതിലെ സൊല്യൂഷൻ അവർക്ക് കാണുകയില്ല, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയില്ല. അവർക്ക് ജസ്റ്റ് 24 മണിക്കൂറും അവരുടെ കൂടെ ആളുകൾ വേണം. അവരെന്തിനെയും കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ ഒരാൾ വേണം. അവരോട് സഹതാപം തോന്നി ഇരിക്കാൻ ഒരാൾ വേണം. അത്രേ അവർക്കുള്ളൂ. അല്ലാതെ അവർക്ക് അതിൻ്റെ സൊല്യൂഷൻ അല്ല വേണ്ടത്. പക്ഷെ എന്തിനാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം? അവരെന്തെങ്കിലും കരുതുവോ, ഞാൻ ചെയ്യുന്നത് റൂഡായി പോവോ എന്നൊക്കെ കരുതിയിട്ട് കുറേ അവരത് കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു താല്പര്യമില്ലാതെ അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളായിക്കോട്ടെ, ഓഫീസിലുണ്ടായതായിക്കോട്ടെ, ലൈഫിൽ മൊത്തം പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലും നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഞാനിനി പ്രതികരിച്ച ഞാൻ റൂഡായി പോകില്ല എന്നൊക്കെ കരുതിയിട്ട്. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. കേൾക്കുന്നതും ഫോഴ്സ് ചെയ്ത് കേൾക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓക്കെ ആയിട്ട് കേൾക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന, അല്ലെ നിങ്ങളോട് ചെയ്യുന്ന നല്ല കാര്യം. അതേസമയം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാവുന്ന കാര്യം. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളെടുത്ത് നിന്നിട്ട് അവരെന്തെങ്കിലും വിചാരിക്കുക ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ എന്ന് കരുതിയിട്ട് ആ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്ന അവർ പുറത്ത് വിടുന്ന സ്മോക്ക് മൊത്തം വലിച്ച് നമ്മൾ ശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. നമുക്ക് പറ്റില്ല, നമ്മൾ എഴുന്നേറ്റ് പോകും. അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളുടെ അടുത്തും. അവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു നെഗറ്റീവ് എനർജി പാസ് ചെയ്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക. റിയാക്റ്റും റെസ്പോണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലേ? റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്തൻ്റെ പുറത്ത് ഓരോന്ന് ചെയ്യാതിരിക്കുക. ഒരാൾ നമ്മളെ വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്, ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ക്രിട്ടിസൈസ് ചെയ്യാണ്. നീ ഇന്ന് രാവിലെ പറഞ്ഞത് തീരെ മോശമായി പോയി, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമുക്ക് ദേഷ്യം വരും. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ചെയ്തത് തെറ്റല്ല എന്ന്. എങ്കിൽ പോലും ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ദേഷ്യം വരും. ദേഷ്യം വന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്ത്
പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്താൽ ഒരിക്കലും നമ്മൾ നല്ലൊരാളാവാൻ പോകുന്നില്ല. നമ്മൾ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാളായിട്ട് മാറുക തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് കാമായിട്ട് ആലോചിച്ചിട്ട് അവർ പറയുന്നതിൽ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ജസ്റ്റ് കാമായിട്ട് കേട്ട് ഓക്കെ ആയിക്കോട്ടെ സമ്മതിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ഈഗോ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്സ് ഭയങ്കര അഭിമാനത്തിൽ നിൽക്കണമെന്ന് കാര്യമൊന്നുമില്ല. അവർ പറയുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ ജസ്റ്റ് ഓക്കെ എന്ന് കേട്ട് കൊടുക്കുക, ഒഴിവാക്കി വിടുക. അല്ലാതെ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് നിന്നിട്ട് വെറുതെ നമ്മുടെ എനർജി നമ്മൾ എന്തിനാ കളയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ചില ആളുകൾക്കെങ്കിലും ഈ നെഗറ്റീവ് എനർജി വരുന്നത് അല്ലെങ്കിൽ കംപ്ലയിൻസ് ഉണ്ടാകുന്നത് ചില സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തായിരിക്കാം. ചില ആളുകൾക്ക് ഇപ്പോൾ ഓഫീസിൽ ബോസിന് ഇഷ്ടമില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓഫീസുമായിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും അവർക്ക് ഫുൾ കംപ്ലയിൻസ് ആയിരിക്കും. ഒരിക്കലും സന്തോഷത്തോടെ അവർ സംസാരിക്കാൻ പോകണില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പെസിഫിക് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ആ ഒരു ടോപ്പിക്കൊക്കെ വരുന്ന സമയത്ത് വല്ലാതെ അവർ ആ ഒരു ടോപ്പിക്ക് പിടിച്ച് തൂങ്ങി കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെയും നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടോപ്പിക്ക് മാറ്റി വിടുക. അല്ലാതെ ആ ടോപ്പിക്കിൽ തന്നെ നിന്ന് കുറേ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കംപ്ലയിൻറ്റ് തീർന്നിട്ട് നേരവും ഉണ്ടാവില്ല. നിങ്ങൾക്കാണെങ്കിൽ കേട്ട് അവസാനം നിങ്ങൾക്കുള്ള എനർജി കൂടി ഇല്ലാതാകും. വെറുതെ എന്തിനാണ് നമ്മുടെ എനർജി കൂടി ഇല്ലാതാക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ടോപ്പിക് അവോയ്ഡ് ചെയ്ത് അവർക്കൂടി കോമൺ ആയിട്ട് എത്ര നല്ല കാര്യങ്ങളുണ്ട്, നമ്മുടെ മെമ്മറീസ് സംസാരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ സംസാരിച്ച് മെല്ലെ ആ കംപ്ലയിൻ്റ് ഉള്ള ടോപ്പിക് ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യുക, പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇത് പൊതുവേ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്തും കണ്ട് സൊല്യൂഷൻ തേടാതിരിക്കലാണ് ഒരു നെഗറ്റീവ് എനർജി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ നിങ്ങളെ പ്രോബ്ലം ഇവിടെ എന്താണ്? ആ നെഗറ്റീവ് എനർജി ഉള്ള ആളോട് സംസാരിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതെങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അത് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുക. അല്ലാതെ ആ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ എനർജി നഷ്ടമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ നെഗറ്റീവ് എനർജി ഉള്ള ആളെ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. അതിലുപരി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നെഗറ്റീവ് എനർജി ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് അല്ലേ? ഈ സൊല്യൂഷൻസൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കിക്കൂട്ടെ. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻസിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ വെറുതെ ആ നെഗറ്റീവ് എനർജി ഉള്ള ആളെക്കുറിച്ച് ആലോചിച്ച് കുറേ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് എന്തിനാണ് വെറുതെ നമ്മുടെ എനർജി നമ്മൾ ഇല്ലാതാക്കുന്നത് എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഒരു ചെറിയ ബൗണ്ടറീസ് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ആയി മാറ്റാതിരിക്കുക. എന്ന് വെച്ചാൽ ചില ആളുകൾ ഇങ്ങനെ നമ്മൾ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരോട് സംസാരം നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല, അതിൽ നമ്മൾ കേൾക്കാതിരുന്നാൽ അവരെന്ത് കരുതും? ഞാൻ റൂഡാണെന്ന് കരുതില്ലേ, ഞാൻ മോശക്കാരി ആവില്ലേ, എന്നെ ജഡ്ജ് ചെയ്യില്ലേ എന്നൊക്കെ കരുതുന്നുണ്ടാവും നിങ്ങൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പീപ്പിൾ ജഡ്ജസ്, എല്ലാവരും ജഡ്ജ് ചെയ്യും. അത് ജഡ്ജ് ചെയ്യാത്തൊരു കാലം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻറ്റിനെ നിങ്ങൾ ഒരിക്കലും ബോധേഡ് ആവേണ്ട, അല്ലെങ്കിൽ അതിനെ വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന ആളുകളിൽ നിന്നും. അപ്പം നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം നിങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്തേക്കാം, പക്ഷെ നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ ആളുകളുടെ അടുത്ത് വലിയ അറ്റാച്ച്മെൻറ്റ് വെക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്, നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും അറ്റാച്ച്മെൻറ്റ് വെക്കാതിരിക്കുക. ചില സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ഫോഴ്സായിട്ട് ഇങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ വരും. കാരണം ഇത് ജീവിതമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും അല്ലെ നമ്മൾ ചുറ്റുപാടിലാണെങ്കിലും കുറേയധികം ആളുകൾ ഇങ്ങനത്തെ ആളുകളുണ്ടാവും. ചിലർ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ആളുകൾ പോലും നമ്മുടെ ചുറ്റും ഉണ്ടാവും. ജസ്റ്റ് അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവരെ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, അല്ലാതെ വെറുതെ അവരായിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് അവർ പറയുന്നത് മൊത്തം ഉള്ളിലേക്ക് എടുത്തിട്ട്
വെറുതെ സ്ട്രെസ് ഔട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യമില്ല നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് എനർജി ഉള്ള ആളുകളെ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ വെക്കാൻ പഠിക്കുക. അവരെന്ത് പറഞ്ഞാലും അത് വലുതായിട്ട് ഉൾക്കൊള്ളാതിരിക്കുക. അവരുടെ ജഡ്ജ്മെൻറ്റ്സിലൊന്നും ഒരു കാര്യമില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് കരുതി ചേഞ്ച് ചെയ്യാൻ നിൽക്കുക. എന്തിനാണ് നിങ്ങളതിന് നിൽക്കുന്നത്? ഒരിക്കലും ഒരാളും നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ അല്ലെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ ചേഞ്ച് ആവാൻ പോകുന്നില്ല. അവർ സ്വയം തീരുമാനിക്കാത്തിടത്തോളം ഒരിക്കലും ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾ ആദ്യം പഠിക്കുക. അല്ലാതെ അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങളാണ് കാരണക്കാർ അല്ലെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് കരുതി ചെന്ന് നിങ്ങളത് സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് ഉൾക്കൊള്ളുക നിങ്ങൾ. അതുപോലെ തന്നെ അവർ ചേഞ്ച് ചെയ്യും, അവർ മാറിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അവരുടെ നെഗറ്റിവിറ്റി മാറി ഒരു പോസിറ്റീവ് പേഴ്സൺ ആയാൽ നല്ലതായിരിക്കും എന്ന് കരുതി അവരുടെ അടുത്ത് പോയിട്ട് കുറേ പോസിറ്റീവ് പറയാൻ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് അവർ സൊല്യൂഷൻ അല്ല നോക്കുന്നത്, പ്രോബ്ലം മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് സൊല്യൂഷൻസ് അവരുടെ അടുത്ത് പോയി കുറേ പറഞ്ഞ് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ അവർ ചേഞ്ച് ആവാൻ പോകുന്നില്ല. അതാദ്യം ഉൾക്കൊള്ളുക. പീപ്പിൾസ് ഡോണ്ട് ചേഞ്ച് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് മാത്രം അവരുടെ അടുത്ത് നിൽക്കുക. അടുത്ത കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക. ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ള ആളുകൾ പറയുന്നത് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ കാരണമാക്കരുത്. നിങ്ങൾ ആദ്യം നിങ്ങളെക്കുറിച്ചൊരു വിശകലനം ചെയ്യുക. നിങ്ങൾ എങ്ങനത്തെ ആളാണെന്ന് ഒരിക്കലും പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പോകുന്നില്ലല്ലോ. അപ്പം അവർ പറയുന്നതൊക്കെ ജസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഒരു ബുക്കിനെ കണ്ടിട്ട് അതിൻ്റെ കവർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാണ് നിങ്ങളെ. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നോ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളോ നിങ്ങളുടെ കഴിവുകളോ ഒന്നും അവരറിയുന്നില്ല. അവരെന്തൊക്കെയോ പുറമേ നിന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പം ജലസിയുടെ പുറത്ത് പോലും ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഞാൻ കണ്ടിട്ട് അവൾ നല്ല മാർക്കുണ്ടാവും അല്ലേ, നല്ല കഴിവുള്ള കുട്ടിയായിരിക്കും, അവളെ കണ്ടിട്ട് അവളെ പാട്ടത്ര പോരാ അല്ലേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഈ പറയുന്ന ആൾക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. കാരണം ജലസി. അല്ലെ അവളെടുത്ത് പോയിട്ട് നീ പാടിയത് അവിടെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു, ആർക്കും അത്ര പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവളെന്താ കരുതുക? ആ പാടിയ കുട്ടി കരുതും തെറ്റിയിരുന്നു. അപ്പോൾ ഇവരിൻ്റെ കെയറുകൊണ്ട് പറയാനല്ലേ, തെറ്റിയത് കാണിച്ചു തന്നതാണ്, ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ചൂണ്ടിക്കാട്ടലല്ല. അത് ജസ്റ്റ് അവരുടെ ഉള്ളിലെ ഒരു വിങ്ങല് പുറത്ത് വിട്ടതാണ്. അത് നമ്മളെടുത്ത് നെഗറ്റീവ് എനർജി ആയിട്ട് പാസ് ചെയ്തു, അവർ പോയി. എന്തിനാണ് നമ്മുടെ ലൈഫ് അവർക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ വെറുതെ അത് ഉള്ളിലെടുത്ത് നമ്മുടെ ലൈഫിൽ ഭയങ്കര കഷ്ടതകൾ ഉണ്ടാക്കുന്നത്? ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, ആളുകൾ പറയുന്നത് കണ്ടിട്ട് രാത്രി വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല, ഇനി ഞാനാണോ തെറ്റ്, എൻ്റെ ഡിസിഷൻസ് ആണോ മോശമായത്, അല്ലെ ഞാൻ ചെയ്തത് മൊത്തം തെറ്റാണോ, അല്ലെ ഞാൻ അങ്ങനെ ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ ഡിസിഷൻ എടുത്ത സമയത്ത് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എത്ര റൈറ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുത്തതെന്ന്? അപ്പോൾ ഒരിക്കലും പുറത്തുള്ള ഒരാൾക്കും അറിയില്ല അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ കെയർ ചെയ്യുക, മറ്റൊരാൾക്കും നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നത് കാണാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു നെഗറ്റീവ് എനർജി ഉള്ള ആളായിട്ട് മാറരുത്. മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ അടുത്ത് നിന്നും ഒരു ഡിസ്റ്റൻസ് ഇടേണ്ട തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. ആദ്യം നിങ്ങൾ നല്ല രീതിക്കായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉള്ള ആളുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാവാതിരിക്കുക. അതുപോലെ നെഗറ്റീവ് എനർജി ഉള്ള ആളുകളിൽ നിന്നും നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ കണ്ടന്റുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അഡ്വൈസുകൾക്കോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.